आप कैसे हो सनी हिंदी സാറേ ഇത് വർഗീസ് മാപ്പിളെ പിന്നെ പെട്ടെന്ന് പരിപാടി നടത്തി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ കൃഷ്ണകുട്ടിയാണോ മിനിമം മണ്ണോറോ കൃഷ്ണകുട്ടി ആ മറ്റേ ഹെൽമെറ്റ് ഇട്ട് ഹീൽ ചെയ്ത്. ഓ നിങ്ങളെ കാണാൻ എന്തൊരു പാങ്ങാണ് കേട്ടില്ല എന്താ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാന്നല്ലേ രണ്ടുപേരും? അതെ 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 വലിയ സംഭവം തോന്നുന്നു കേട്ടോ. ആ പുള്ളിക്കാരൻ ഇടയ്ക്ക് മൈക്ക് പോന്ന കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു സാറ് പറഞ്ഞു. ഇത് നമ്മളിപ്പോ അങ്ങനെ നിങ്ങളോട് വരട്ടെ. ഞാനൊരു വണ്ടി എടുത്തിട്ട് വരാം. വലിയ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് വലിയ എന്തോ പരിപാടിയാണ്. ഞാനേ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാൻ പോകട്ടോ. കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാൻ പോവാ. വലിയ എന്തോ സംഭവം തോന്നുന്നു. ഹലോ, ഇലക്ഷൻ ഒക്കെ എന്തായി? ഇലക്ഷനൊക്കെ ഇങ്ങനെ 3 മണി. ഞാനിപ്പോ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് വന്നേ കേട്ടോ. എന്തോ വലിയ സംഭവം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂർ പ്രചരണമാണെന്ന് തോന്നുന്നു. എന്താണ് 1 മണിക്കൂർ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. ഞാനൊരു പാവം എടേ അപ്പാപ്പ എന്തിയടേ? അതാണോ എടാ ആരെങ്കിലും ഒരു 45 മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാ ഞാൻ MR സിറ്റിയിലെ ഏതെങ്കിലും ഗ്യാങ്ങിന്റെ ഒരുത്തനെ പോയി അടിച്ചുവല്ല. എടേ ഇവൻ AFK ആണോ ജോണി? വർഗീസ് മാപ്പിളെ നമുക്ക് പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് പാടിക്കൊടുത്തു. ജോണി ജോണി എസ് പപ്പ. AFK ആണോ? നോ പപ്പ. സൗണ്ട് ഇല്ലേ? ഇയാളിത് എന്തോ ഈ കാണിക്കുന്ന ഇയാള്? തൊണ്ട പോയോ? എടോ കേക്കാവോടോ? സാറേ ഞാൻ ഈ ഡ്രസ് ഒന്ന് ഇരിക്കാൻ പോവാ. ഡ്രസ് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കറിയാം. കൺവിൻസ് ചെയ്ത് കൊല്ലും. എടാ ഇത് ഭയങ്കര സംഭവം തോന്നുന്നു കേട്ടോ. വിഷയമായിരിക്കും കേട്ടോ. വിഷയമാണോ? മിലിറ്ററി ബേസിൽ ക്യാരി അടിക്ക്. അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞേ മെണ്ടന്മാരെ. തങ്കച്ച സാറിനെയും കൂടെ ഒന്ന്. ഇയാളിത് AFK പോയി കിടന്നിട്ട് എന്തോ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. കമ്മ്യൂണിറ്റി സർവീസ് ആണേ. നമ്മൾ എന്തൊരു പൊളിക്കും. എന്താ വലിയ സംഭവം തോന്നുന്നു. പിന്നെ ഇല്ലീഗൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലീഗൽ ഐറ്റംസ് ഒന്നുമില്ല. എല്ലാം നമുക്ക് ആദ്യം ഡ്രസ് മാറാം. ഇത് നമ്മളപ്പം നിങ്ങളുടെ ഡോക്ടർ ആവുമോ? അതെ അതെ അതെ. എന്തോ പുറത്ത് വരുന്നല്ലേ മക്കളെ? ഒന്ന് ചൂടാവണമെന്നില്ലേ പുള്ളിയോട് പിടിച്ചവനോട്? നമ്മളെ ഡോക്ടേഴ്സ് അല്ലേ, നമ്മള് ചൂടായി കഴിഞ്ഞാൽ താൻ എന്ത് ഇനി നിങ്ങളും ചൂടാവാൻ പാടില്ല. 1 മണിക്കൂറത്തേക്ക്. 1 മണിക്കൂറത്തേക്ക് ചൂടാവാൻ പാടില്ലെന്നോ? നമ്മൾ ചൂടാവാൻ എന്തോ തട്ടുദോശയോ? ഒരുമാതിരി ഒളിച്ച തമാശയും. ഞാനൊരു പാട്ട് പാടാം. എന്താ ഏത് സാധനം ഇടേണ്ടത്? ജാക്കറ്റ് 472. 1 മിനിറ്റ് കേട്ടോ. അപ്പൊ ഇതെന്തിനാ പാപ്പ സ്കീം? ജാക്കറ്റ് 472. 1 മിനിറ്റ്. മറ്റേ ട്രെയിനിൽ എഴുതിയേക്കുന്ന പറ്റത്തില്ല കേട്ടോ. 472. ഷർട്ട് 15. പിന്നെ ഹാൻഡ്സ് 74. ഹാൻഡ്സ് 74. 74. പിന്നെ പാന്റ്
22 അല്ലെങ്കിൽ 24 ഏത് വേണം. അതെ, നമ്മുടെ ഇതിന്റെ കോഡ് എത്രയായിരുന്നു? സ്റ്റെതസ്കോപ്പിന്റെ കോഡ് എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ? ലെഗാന്നോ? ലെഗ് എത്ര? അതിന് 5 ജോക്കി. 24 5 നോക്കി, അത് കുറച്ചുകൂടെ കൊള്ളാം. എത്ര എന്ന് പറഞ്ഞ പാന്റ്? 24 5. 24 5. ഞാൻ ഇതിന്റെ സ്റ്റെതസ്കോപ്പിന്റെ നമ്പർ ഒന്ന്. എന്താണ് സ്കീം? ഇത്രല്ലേ ഉള്ളൂ? ബൂട്ട് ഷൂസ് വല്ലതും വേണോ? നല്ലത് ഷൂസ് 20 ഇട്ടോ. ഞാനൊരു ഷൂസ് 20 ഇട്ടോ. പിന്നെ സ്കാർഫ് ആൻഡ് ചെയിൻ 125. ഷൂസ് 20ന്റെ 3 ഇട്ടോ ജോക്കി. വൈറ്റ് ഇരിക്കട്ടെ. സ്കാർഫ് ആൻഡ് ചെയിന് 125. എടാ വിക്ക, താങ്ക് യു ഫോർ 29,250. എടാ ഇത് ഞാൻ കൂട്ടത്തില്ല കേട്ടോ. സബ്ബായിട്ട് കൂട്ടത്തില്ല. എടാ താങ്ക് യു ഫോർ സബ്ബായിട്ട് കൂട്ടത്തില്ല. കഴിവേറി അല്ലാതെ മാറ്റിക്കോ. ഇതെന്താണ്? എടാ താങ്ക് യു സോ മച്ച്. എടാ താങ്ക് യു സോ മച്ച്. ഇല്ല സബ്സ് ഒന്നില്ല. അപ്പൊ വിഷയം. ഹലോ ജോണി പാപ്പ, നിങ്ങൾ ഇത്ര ലോ ഏതായാലും ഒരു കരേജിലല്ലേ ബാങ്കിലോട്ട് ഇറക്കിയിടും. ബർത്ത്ഡേ ആണ്. എനിക്ക് 16 വയസ്സായി. വിഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുമോ? TM Mobito 150. ഹാപ്പി ബർത്ത്ഡേ. എടാ എല്ലാരും സ്പാം ചെയ്തു മക്കളെ. നിങ്ങളെല്ലാരും സ്പാം ചെയ്തു. ഇമോട്ട് സ്പാം ചെയ്ത് നിറച്ചു. നാളെ തൊട്ട് ഇത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. പോയിന്റ് വരും. അപ്പളെ ഇതൊക്കെ പറയണം കേട്ടോ. അടുത്ത പ്രാവശ്യം വണ്ടിയുടെ ഹാൻഡിലിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി തരാൻ. 16 വണ്ടിയുള്ള ആകെ ഈ ഒരു വണ്ടിക്കാണ് അത്യാവശ്യം ഹാൻഡിലിംഗ് ഉള്ളത്. അതൊക്കെ പറയണം കേട്ടോ. അപ്പളെ അതെന്താണ് നിങ്ങളൊന്നും ഇത് ചെയ്യാത്തേ? നിങ്ങളത് പുഷ് ചെയ്യണം. അല്ലെങ്കിൽ ബോഡി പൊക്കത്തില്ല. അതൊക്കെ അങ്ങ് പറയണം. എനിക്ക് അവരെ നമ്മളെ അങ്ങ് മാറ്റി. കല്യാണി കളവാണി വണ്ടിപ്പടയടി മേളം മേളം ദൂരം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോ ആളെ കാണാതാകുക, ആള് മുങ്ങുക. കേസ് എടുക്കാൻ നമ്മള് ലേറ്റ് ആവുന്നത്. എല്ലാവരുടെയും തറി നമുക്ക് അയക്കുന്നത്. കേസ് എടുക്കാൻ ലേറ്റ് ആവുന്നത്. മനസ്സിലായി. അതുകൊണ്ടാണ് മെയിൻലി അങ്ങനെ റീസൺ കൂടെ ഉള്ളതുകൊണ്ട് സ്ലോ മോഡ് ഇട്ടുണ്ട്. ഇതൊക്കെ ആരടി സ്ലോ മോഡ് ഇടുന്നത്? സ്ലോ മോഡ് അങ്ങ് ഓഫ് ആക്കി. ഇനി നിങ്ങൾ അങ്ങോട്ട് ചാകരയുടെ സ്പേം ചെയ്തു. ഇനി 7 സെക്കൻഡ് ഇല്ല, ഒറ്റ സെക്കൻഡ് ഇല്ല. ഇപ്പൊ ചാറ്റ് ചെയ്യണം. രസമുണ്ട്. പല കളറുകൾ. പൊക്കാനാളുണ്ടോ? പൊക്കാൻ എവിടാ? ഹലോ മുനി. ജീനക്കണേ. പ്രസ് ജി. ബോധം പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ജി നിക്കണേ. പ്രസ് ജി അമർത്തി പിടിക്കുക. ജി. ഇത് ഞാൻ അങ്ങോട്ട് ചെയ്യട്ടെ. ഞാൻ ചെയ്യാം. കണ്ണു വെച്ച് നോക്കിട്ട് ലിവർ അടിക്കാനോ? ലിവർ അല്ല, റിവൈവ്. ഞാൻ റിവൈവ് ചെയ്തോണ്ടിരിക്കുക. ഡയഗ്നോസ് ആണോ? എന്ത് ചെയ്യണ്ടേ? നോ പേഷ്യന്റ്.
വെൽക്കം 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 വെൽക്കം. ഒലിവർ എങ്ങനെ ഡെഡായ ഏടോ ഇയാളെ നെഞ്ചി പിടിച്ച് പൊക്കാറ് സാമാനത്തിൽ പിടിച്ച് പൊക്കി. എന്താണ് ഒറ്റ കുത്തിരി ഇട്ടിട്ടില്ല. അതിന് ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോട്ടെ അപ്പൊ ഞങ്ങള് വർഗീസ് പറ്റൂല അതെന്താ? പറ്റൂല. നമ്മുടെ കുരിശ് നമ്മളൊന്ന് പഠിച്ചോട്ടെ ഈ സാധനം. അതാ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ, നമ്മളെന്നാ രണ്ടുപേരും ബാക്കി ഇരിക്കാം. അല്ലല്ല ഞങ്ങള് വണ്ടിക്കകത്തങ്ങ് പോയിട്ട് ഞങ്ങൾ ചെയ്തോളാന്ന്. ഈ ഒന്ന് വർഗീസ് മാപ്പിള ഇതൊക്കെ ഒന്ന് സമ്മതിക്കും. വർഗീസ് മാപ്പിള നിങ്ങൾ എന്ത് നമ്മളൊന്ന് കറങ്ങിയടിച്ച് പഠിക്കട്ടെ. അങ്ങനെ പറ്റൂല, ഇത് റോളാ. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി പോയാൽ എന്നെ പറഞ്ഞോളൂ ഇവിടെ. നിങ്ങൾ നമ്മള് പൊക്കിക്കോ. എന്റെ വർഗീസ് ഞാൻ ഇങ്ങോട്ടൊന്ന് വർഗീസ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ഗാരി വൈറസിന്റെ സമയത്തുണ്ടല്ലോ നിങ്ങളുടെ ഈ തോന്നിവാസത്തിന് കൂട്ടുന്ന ആ ഒരു വൈറസിന് നമ്മൾ സ്വന്തമായിട്ട് ജീവൻ കൊടുത്തിട്ട് രക്ഷിച്ചിട്ട്, ഞാനും ഈ ജോണി പാപ്പനും കൂടെ രക്ഷിച്ചിട്ട് അത്രയും കാര്യമായിട്ട് ആ വൈറസിന്റെ ആന്റിഡോട്ട് ഇറക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഞങ്ങളുടെ റോളും ചെയ്ത് കമ്മ്യൂണിറ്റി സർവീസും ചെയ്ത് രണ്ടുപേരെ പൊക്കുകയും ചെയ്ത് നമ്മളൊന്ന് ഒറ്റയ്ക്ക് വിടാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇത്ര വിശ്വാസക്കുറവ്? നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യൂ? അല്ല, വിശ്വാസക്കുറവല്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് എന്റെ ജോലിക്ക് അത് പ്രശ്നമാവും. കഷ്ടമെന്ന് പറയുന്നത് നമ്മളൊറ്റയ്ക്ക് പോയെന്താ ഡോക്ടർമാരല്ലേ? അങ്ങനെ പ്രശ്നം ഭയങ്കര പ്രശ്നമാവും. നമ്മള് പോകുന്നോണ്ടാണ് പ്രശ്നം. നമ്മള് പോകുന്നില്ല. നമ്മളിനി വരുന്നില്ല. ഞാനും നിൽക്കുന്ന വലിയവരും ബാക്കിലിരുന്നോ. അതല്ല നമുക്ക് പല പ്രൈവറ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടോ. നിങ്ങളെന്ത് ഈ പറയുന്നത്? നമ്മള് വരത്തില്ല. നമ്മൾ അനങ്ങത്തിലല്ലേ, ഒരു അടി അനങ്ങത്തിലല്ലേ വിടുന്നു. മാപ്പിളെ വാന്നോ? അയാളാണല്ലോ സാർ വിളിച്ചത്. മാപ്പിള സാറേ വാ, ഒരു കാര്യം പറയട്ടെ. അങ്ങനെ അങ്ങേര് അവിടെ ആയിരുന്നു. മാപ്പിള ഇങ്ങോട്ട് വാ. ഇയാളെന്ത് തവളെ പിടിക്കാൻ പോകുന്നു? ഒരു കാര്യം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ? ആ വണ്ടിയും കൊണ്ട് വലിയ വല്ല വണ്ടി എടുത്തോണ്ട് അവിടെക്കാടെ പോയിരിക്കും ആരിലേക്ക്. പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ചവറ പോലെ ബോഡി കിട്ടും. അമ്മമാര് നേരത്തെ പിടിച്ചടിക്കും എല്ലാത്തിനും. കാര്യം ചെയ്യട്ടെ, ഇവരെ സമ്മതിക്കണം കേട്ടോ. പക്ഷെ ഈ ജോലി ചെയ്യുന്നവരെ അവിടെ ചെറിയ ബോഡിയിൽ എന്ത് ചെയ്യും? വിളിക്കുന്ന ഗർഭാസീസ് ഇങ്ങേർക്ക് വിളി പറയടോ. ഞാൻ നിന്ന് തൊഴാം ഗർഭാസീസ് ആശാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യ നിങ്ങൾ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നീ നിന്ന് തൊഴണ്ട. നീ ഇവിടെ മുതുക്കിൽ വന്ന് കുഞ്ഞിക്കിടാറുണ്ട്. ഇവിടെ മറ്റേ ഇത് പുല്ല് പറിക്കാൻ വേണ്ടിട്ടാണ്. പുല്ല് പറിക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് കടിച്ചങ്ങ് പുല്ല് നിന്നൂടെ? കിടന്നൂടെ അവിടെ? എന്താ പശുവാ? പശു എഴയുവാണോ ചെയ്യുന്നേ? ഓ മുതുക്കന്മാരെല്ലാം കൂടി എവിടെയാ പോന്ന്? നമ്മള് സമ്മേളനത്തിന് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ 1 മണിക്കൂർ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ 1 മണിക്കൂർ നമ്മളൊരു കമ്മ്യൂണിറ്റി നാടിന്റെ നന്മ ഏതൊക്കെ പിള്ളേരെ വേക്കിലെടുക്കാനായിരിക്കും. അത് നിങ്ങളുടെ മ്ലേച്ഛമായ പരിപാടി. നമ്മളതിനെ കിട്ടത്തില്ല കേട്ടോ. മറ്റേ ബസ് പ്രൈവറ്റ് ബസ് ഒക്കെ ആയിട്ട് തോണ്ടുക, ഇതൊക്കെ അല്ലേ നിങ്ങളുടെ പരിപാടി? ഒരു പെണ്ണ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ പെണ്ണിന്റെ അടുത്ത് എന്തോ അപമര്യാദ വർത്താനം പറഞ്ഞു. ഏതാ മറ്റേ പേര് എനിക്ക് അറിയില്ല. എനിക്ക് പിള്ളേരെ പേര് നമുക്കെതിരെ ഒരു സ്ത്രീകളും കംപ്ലൈന്റ് പറയത്തില്ല. അത്രയ്ക്ക് നിങ്ങളെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ടാവില്ലേ കള്ളക്കളവാ ഈ മിണ്ടത്തില്ലല്ലേ ഇവന്മാര് വെടിവെക്കാൻ വേണ്ടി മാത്രം വരുന്നവന്മാരാന്ന് തോന്നുന്നു. ഇത് MRC ആണ്. അതായത് ഈ TDM കളിക്കുന്നവരൊന്നും മിണ്ടത്തില്ലയോ? ഇത്തവണെങ്കിലും കോള് കിട്ടിയില്ല. എടാ കള്ളക്കുട്ട അടിച്ചങ്ങ് ചാകരയാണല്ലോടാ ഇത്. നീ എന്തോ ഇങ്ങനെ എന്തുവാടാ ഇത്? ഉണ്ടാക്കുമല്ലോ നമുക്ക്. നമ്മുടെ MS-13 പയ്യനല്ലേ? ഹലോ മോനെ മോനെ വോട്ട് ചെയ്യണം കേട്ടോ മോനെ. മേയർ വോട്ട് ചെയ്യണം കേട്ടോ. നിന്നെ പൊക്കിയത് ഞാനാന്നുള്ളൊരു ഓർമ്മ നിനക്ക് വേണം. ടൈം ഒത്തിരി എടുത്തായിരുന്നോ? പെട്ടെന്ന് മുങ്ങിയില്ലേ? ഇൻസ്റ്റന്റ്. ഓക്കെ മോനെ. ഓക്കെ താങ്ക് യു. ഒരു ഫുഡ് മോനെ. ഒലിവർ സാറേ ഇങ്ങോട്ട് ഫുഡ് കൊടുക്കണേ സാറേ. ഒലിവർ സാറേ പയ്യന് ഫുഡ് കൊടുക്കണേ. ഫുഡും വെള്ളവും കൊടുക്കണേ. രാമനോ എരിവില്ല, ക്യാപ്പച്ചീനയ്ക്കോ മധുരമില്ല.
അപ്പൊ പറഞ്ഞ ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു ജോക്കി, കൊള്ളായിരുന്നു. സാറേ നൈസ്. കിട്ടിയില്ലേ? വിശപ്പറിയില്ലേ? ഓ എടുക്ക തൊട്ട് താഴെ ഒരു കേസുണ്ട് ബാബു, തൊട്ട് താഴെ 59 മീറ്റർ ഇത്ര. എടാ ഫാമിലിയുള്ള എല്ലാരോടും പറയണേ. ഫാമിലിയുള്ള എല്ലായിടത്തും പറയണേ. ഒലിവർ പോയി ജോക്കി വേറെ നിൽക്കുന്നുണ്ട്, അയാള് കാട്ടിക്കൂടെ കറങ്ങണം. മോനെ ഇത് പറയണം കേട്ടോ. മോനെ ഇത് ഫാമിലി 59 മീറ്റർ താഴെ ഒരു കേസ്. എംഎസ്ഐ എല്ലാം നമുക്ക് വോട്ടാ. 59 മോനെ പോയിട്ട് വരാം കേട്ടോ, കുറച്ച് എമർജൻസി ആണ്. ഞാനൊരു വീരൻ, നീ ഒരു വീരൻ, നമ്മളുമെല്ലാം വീരൻ. ഇയാളിത് എവിടെ പോന്നേ? കാട്ടി കൂടെ പോന്നേ. അപ്പൊ താണ്ടൊരു ബോഡി ഇവിടെ കിടക്കുന്നപ്പാ നമ്മുടെ ഫ്രണ്ടിലെ കണ്ടുണ്ട് കേട്ടോ. ആ അതാ പുള്ളി കാട്ടിക്കൂടെ കയറി പോകുന്നത്. താഴെ പോലെ ചത്തു. ആ മോനെ 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 എടാ ഒന്ന് എടാ മോനെ, ഞാൻ നിന്നെ പൊക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് എന്താണിത് നിങ്ങൾ ഞാൻ മറ്റേ അവിടെ നിന്ന് ഉരുണ്ടില്ലേ ജോക്കി? ഇത് കൊള്ളാം കേട്ടോ, ഇത് വിഷയമാണ് ആക്ച്വലി. ജോക്കി ഓക്കെ മക്കളെ, ഇത് അറിയണം കേട്ടോ നമ്മുടെ കഷ്ടപ്പാട്. മോനെ പേരെന്താ? ഓടിപ്പോലെ പേരെന്താ? സഹോദര ഹലോ. അപ്പൊ ഇവനെ പൊക്കരുതായിരുന്നു കേട്ടോ. ഇവനെ ഈ പോക്കണം കേട്ടവരവിടെ ഉറങ്ങി നിന്നെങ്ങാണ്ട് ഉരുണ്ട് വീണ് ചത്തായിരിക്കും. ഇത് എങ്ങനെയാടോ ഒലിവറ ഇനി മോളിൽ കയറി പോന്നേ? നമ്മളെ വല്ല ചുറ്റി അല്ല ചാട് ജോക്കി, ഓടല്ലേ ചാട്. എടാ മോനെ വോട്ട് ചെയ്യണം കേട്ടോടാ മോനെ. എടാ ഒന്ന് ചാടി. എടാ മോനെ എടാ. ഹലോ. എടാ ഞാൻ നിന്നെ ആ ഗർത്തത്തിൽ വന്ന് പൊക്കിയത് ഓർമ്മയുണ്ടോ? കണ്ടില്ലേ? വോട്ട് ചെയ്യണം കേട്ടോ. രണ്ട് കേസുണ്ടായിരുന്നു. താമരാക്ഷൻ പരലോകം. താമരാക്ഷൻ പിള്ള അതോ ലോകം. ഓ മോനെ അപ്പൊ വോട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. ആ ഗർത്തത്തിൽ ഒന്നും ആരും പൊക്കത്തില്ല നിന്നെ, ഞാൻ മാത്രമേ പൊക്കത്തുള്ളൂ. എല്ലാരോടും പറയണേ, എല്ലായിടത്തും പറയണം കേട്ടോ. നമ്മളെ ഇതാണ് ഇലക്ഷൻ ഉണ്ടല്ലേ, ഞാൻ അറിഞ്ഞു മറ്റേ പാട്ടൊക്കെ കേട്ടായിരുന്നു, മറ്റേ ജോക്കി ആണെന്നൊക്കെ എങ്ങനെയുണ്ടായിരുന്നത്? കൊള്ളായിരുന്നല്ലേ? കൊള്ളാം കിടിലൻ പാട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. കൊള്ളാം. ശരി അപ്പൊ പോയിട്ട് വരാം മോനെ. ഓക്കെ ഞാൻ അങ്ങോട്ട് പോട്ടെ, സിറ്റുവേഷൻ ഉണ്ട് ചെറുതായിട്ട്. താങ്ക് യു കേട്ടോ, പൊക്കിയതിന് നന്ദി. ഒരു മിനിറ്റ് പിന്നെ വിളിപ്പിക്കുന്നേ. നമ്മളിപ്പോ ഒരു 4 കേസ് അറ്റൻഡ് ചെയ്തിട്ടാ புது யூனிஃபார்ம் எல்லாம் போட்டு சூப்பரா இருக்கே பாக்க. അതെ, നമ്മൾ ഏത് യൂണിഫോം പോട്ടല്ല സൂപ്പർ ആയിട്ട് എടുക്കാത്തേ. ഗായു ഒരു കാര്യം പറയട്ടെ, എന്തുണ്ട് വിശേഷം? நல்லா இருக்கு, நல்லா இருக்கு. எப்படி இருக்கு കേസ് എല്ലാം എടുത്തിട്ട്? കേസ് ഗായു ഭയങ്കര ടയറിങ് ആയിരുന്നു ഗായു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് എടുക്കുന്നു, പൊക്കുന്നു, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു, വോട്ട് ചോദിക്കുന്നു. ഇറ്റ്സ് എ ടയർസം പ്രോസസ് ഗായു. ആക്ച്വലി വോട്ട് എല്ലാം തരുന്നു കൺഫേം ആച്ചാ? പിന്നെ ഗായുവിന് തോന്നുന്നുണ്ടോ ഞാൻ അല്ലാതെ വേറൊരാൾ ജയിക്കുന്നു? ഗായു ഇല്ല, ജോക്കിനതാ വിൻ പണ്ണു, അതെല്ലാം ഓക്കെ. ഗായു ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഗായു ഒരു മിനിറ്റ് ഗായു ഫ്രണ്ടിലോട്ട് ഒന്ന് നോക്കണേ. ഒരു മിനിറ്റ് ഗായു ഇപ്പൊ കാണുന്ന ആരാന്നറിയാവൂ? എലക്ഷൻ വന്നു കഴിഞ്ഞാ ജയിച്ച സിറ്റിയിലെ മേയർ. புரிஞ்சு பெரிய மேயர். அப்போ ஆமா. அப்ப மேயர் கிட்ட ஒரு ஆள் வந்து கேக்குது, சார் நீங்க வின் பண்ண என்ன கொடுப்பீங்க இந்த ஊருக்காக? ഗായുവിന്റെ ഞാൻ കാര്യം പറയട്ടെ. ഗായുവിന്റെ അടുത്ത് ഇലക്ഷൻ സംസാരിക്കുന്നതാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ബാക്കി ആരെങ്കിലും വന്നെങ്കിൽ ഞാൻ സംസാരിച്ചേനെ. ஊருக்காக வேண்டாம், இந்த ஹாஸ்பிட்டலுக்காக என்ன பண்ணுவீங்க? ഗായു ആദ്യം തന്നെ ഗായുവിനെ പിടിച്ചിന്റെ ഹെഡ് അങ്ങാക്കും. அப்ப அந்த மாப்பிள்ளை தூக்கிடுவீங்களா? തൂക്കി മാപ്പിള എടുത്ത് പോകാൻ പറയും. ഏത് മാപ്പിളേ? ഒരു മിനിറ്റ്. ഹലോ സാർ, കിട്ടാൻ ടൈം ഓകെ സാർ. 60-85 വരാൻ പറഞ്ഞേ. ഓ 60-85 അല്ലേ? ഒരു മിനിറ്റ് ഞാൻ വിടാവേ. ഇത് സാറേ, ഞാൻ പൊന്നു മാപ്പിളെ, ഞാൻ ഈ ഗായുവിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. നീ ഇടയ്ക്ക് കയറി നിൽക്കുക. നിങ്ങൾ ആരാ? ഗായുവിന്റെ അച്ഛനാണ്. വിളിച്ചോണ്ടാ ജോണി? നിങ്ങൾ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഞാൻ
ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് എക്സ്ട്രാ എത്ര സർവീസ് എടുത്തെന്ന് അറിയാവോ? ഈ വരുന്ന വഴിക്ക് വളവിനുള്ള എല്ലാത്തിനും പൊക്കി വിട്ടു. എല്ലാരും എടുത്തില്ലേ? എല്ലാത്തിനും. ഇൻസ്റ്റന്റ് കോൾ എടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്ന് എന്റെ പൊന്ന് മാപ്പിള, ഞാനൊരു കാര്യം കുറെ പൈസ പറയാം. കിട്ടി കാണുമല്ലോ. മാപ്പിള പൈസയാണോ മാപ്പിള എല്ലാം? എക്സലൻസ് അടുത്തത്. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊന്ന് മാപ്പിളെ, നമുക്ക് സത്യം പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി സർവീസ് കിട്ടി, നമ്മൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഹൈ മാർക്കോടുകൂടി പാസ് ഔട്ട് ആയി. നമുക്ക് ഒരാഴ്ച ഒരു 2 ദിവസം നമ്മൾ ഇത് ചെയ്യാൻ കേട്ടോ വരുന്നതായിരിക്കും. വളരെ നമ്മൾ EMS ആയിട്ട് ഈ കറുത്തത് മാറ്റിയിട്ട് വേറെ വല്ല സാധനവും തരുമോ? ഒരു കോട്ട് വേണം നമുക്ക്. കണ്ടിപ്പ നല്ലൊരു കോട്ട് ചൂസ് പണിത്തരலாம். നോക്കാം. ഇത് എന്തോ ഒരു കഷ്ടമായി. ആൾക്കാർക്ക് നമ്മൾ പൊക്കിയാലേ മതിയെന്ന് തോന്നി. എല്ലാരും നമ്മളെ വിളിച്ചോണ്ടിരിക്കുവോ നീ? എല്ലാവരും നമ്മളെ പിന്നെ വിളിക്കുന്നു. അത് എല്ലാവർക്കും കോള് വരുന്ന. അത് എടുക്കുന്ന ഗായു ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങളെ പറ്റി. അതൊക്കെ നമ്മള് കുറച്ചൊക്കെ സോൾവ് ചെയ്തു. ഇല്ല ഞാൻ കേട്ടதுக்கு பதில் கிடைக்கல என்ன? അതെ ഗായു, ഈ അണ്ണാവിളി അത്ര ശരിയാവുന്നില്ല കേട്ടോ ഗായു. എനിക്കാണ് ഈ സംസാരം ശരിയാവുന്നില്ല. ഈ അണ്ണാന്ന് കൂപ്പിടக்கூடாதா? അണ്ണ അത് മറ്റേ അണ്ണനല്ലല്ലോ അല്ലേ? അപ്പൊ ഇനി എത്ര ഐറ്റംസ് മെഡിക്കൽ ഐറ്റംസ് മിച്ചുണ്ട് കയ്യില്? നോക്കട്ടെ. ഡീഫിബ്രിലേറ്റർ 13 എണ്ണം. ബാൻഡേജ് 5 എണ്ണം. ബാൻഡേജ് യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. മെഡിക്കിറ്റ് അങ്ങനെ ഒരു സാധനം എന്റെ ഇല്ല. ഞാൻ യൂസ് ചെയ്തേ ഉണ്ടല്ലോ. മെഡിക്കിറ്റ് 9 എണ്ണം. അപ്പൊ അത് എന്റെ തിരിച്ചു തന്നു. ഇനി അടുത്ത നാളേക്ക് நீங்க வந்து கம்யூனிட்டி சர்வீஸ் பண்ணும்போது തരலாம். തന്റെ അടുത്തോട് തിരിച്ചു തരാനായിട്ട് നമ്മൾ ലോക്കറി നമ്മുടെ ലോക്കറി താൻ എടുത്തോണ്ട് താന്ന അത് നിങ്ങൾക്ക് എടുക്കാം. വാ, നിങ്ങൾക്ക് എടുക്കാമല്ലോ. അല്ല നമ്മളൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ആ ലോക്കറി വെച്ചിട്ട് ഗായു സിംഗിൾ അല്ലേ ഗായു? ബാക്കിയുള്ളത് ஆமா என்னாச்சு? ഗായു ചുമ്മാ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിട്ടേ. പുതിയ ഹോസ്പിറ്റലിൽ ഗായുവിന് കമ്മിറ്റഡ് പെട്ടെന്നാവാൻ താല്പര്യം ഉണ്ടോ, അതോ ഗായു കമ്മിറ്റഡ് അതോ സ്വന്തമായിട്ട് ജീവിക്കാൻ? இல்ல இனி கமிட்டட் பிளானே இல்ல, இப்படியே நிக்கிறேன். அதான் பெட்டர். ഇവരെ കൊണ്ട് ഞാൻ ഒളിഞ്ഞു കേട്ടല്ലേ നമുക്ക് ആ ലോക്കറിൽ തന്നെ സാധനം വെച്ചിട്ട് പോകാം. അപ്പൊ തിരിച്ചു വരുമ്പോ അതിൽ നിർത്താൻ മതിയല്ലോ. എടാ എന്റെ ഫുഡ് വന്നില്ല. ഇത് എന്താ എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടു. എടാ ആരാടാ നമ്മുടെ EMS പറഞ്ഞേ? ആരാ പറഞ്ഞേ? അല്ല ആരാ പറഞ്ഞേ? നമ്മുടെ ചാറ്റ് വന്നിട്ട് ഒരുത്തനെ പറയുമായിരുന്നു. എന്തുവരെന്ന് അറിയോ, നമ്മുടെ EMS RP ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ബോറായിരിക്കും. അവൻ കാണണ്ടെന്നോ? അവനിപ്പോ നമ്മുടെ ഫാനായി. അങ്ങനെയാണോ പറഞ്ഞത്? സോറി കേട്ടോ. അതുപോലെ ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അമ്മൂമ്മ വരെ കാണുമെന്ന്. ഇപ്പൊ കൂട്ടുകാരന്റെ അമ്മൂമ്മ വരെ കാണാം. അവൻ കണ്ടില്ലേ? അവര് കാണുന്നുണ്ട് TV-യിൽ. ആണല്ലേ? അപ്പൊ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ചില വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണേന്ന് മാത്രം പറയാം. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. വളർച്ചയെ അമ്മൂമ്മമാര് വരെ ഈ ഒലിവർ എന്ത് ചെയ്യാ? പൈതല് പോയി കേട്ടോ. ഇല്ല, മിസ്റ്റർ മാപ്പിളയാണ് പറഞ്ഞത് കേറണ്ടെന്ന്. അത് പുള്ളിക്ക് എന്തോ നമ്മളവിടെ ഇരിക്കുന്ന പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. ഒരേ വേവ് ലെങ്ത് അല്ലേ? എന്റെ അമ്മൂമ്മ അല്ല, ഇറ്റ്സ് നോട്ട് മൈ അമ്മൂമ്മ. അല്ലാതെ ഇവന്റെ ആരോ പറയുന്ന കാര്യം പറഞ്ഞേ. അല്ല സെയിന്റിന് കണ്ണൊക്കെ ഉണ്ടോ? ഇതിന് ഉണ്ടോ? കിട്ടിയോ? അവനെല്ലാം കൊടുക്കും. എന്റെ 2 കണ്ണുണ്ട്. വേണം ഞാൻ നമ്മൾ ഇത്രയും കറങ്ങേണ്ട കാര്യമുണ്ട്. എവിടെ കൊണ്ടുപോടോ ഇയാള്? ലോക്കർ തരാൻ വേണ്ടി മോർച്ചറിയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങോട്ട് ഞാൻ അതുവഴി ഇങ്ങോട്ട് വരാൻ പറയപ്പെടില്ല. നിങ്ങൾ ഗാരേജിനകത്തോട്ട് ഇതിപ്പോ നമ്മുടെ പ്രശ്നമായി. എടോ ഞാനൊരു കാര്യം പറയട്ടെ, വർഗീസ് മാപ്പിളായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ഉള്ള വ്യക്തികളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു വിടുവേ സർജനാണോ നോക്കത്തില്ലേ? അതെന്തായാലും സാറിനെ കൊണ്ട് പറ്റൂല. പറഞ്ഞു ഇതാണ് ലോക്കറെ. അല്ലേലും നമ്മൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്യത്തില്ല, മനസ്സിലായി? അതുകൊണ്ട് മാത്രം. മറ്റേ ആ 3 സാധനം, മെഡിക്കിറ്റ്, ബാൻഡേജ്, ഡീഫിബ്രിലേറ്റർ, ഈ 3 സാധനം ഇതിന്റെ അകത്തും കയറ്റി വെച്ചു. സാറിന് ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കും. അത് 3 എടുത്തിട്ട് നമ്മുടെ സാധനങ്ങൾ എടുക്കും.
എന്തായാലും ഒന്ന് ഹീൽ ചെയ്താലേ എനിക്ക് ലൈഫ് കുറവാ. പട്ടി നേരെ 9 മെഡിക്കിറ്റ്, 4 ബാൻഡേജ്, 16 ഡീപ്രൊട്ടേറ്റർ. എന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം എടുത്തില്ലേ? സർട്ടിഫിക്കറ്റ് എന്ത്? സർട്ടിഫിക്കറ്റ് തരാം, സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട് ഞാൻ തരാം. അത് പിന്നെ നമ്മൾ ആഴ്ച 2 തവണ വന്നിട്ട് നമ്മളിപ്പോൾ EMS പോലെ ആണല്ലോ, കമ്മ്യൂണിറ്റി സർവീസ് അല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആവൂ. ഇത് കമ്മ്യൂണിറ്റി സർവീസ് തന്നെ വേണോ? കമ്മ്യൂണിറ്റി സർവീസാ? ഒലിവറിനെ വിട്ടാൽ മതി കേട്ടോ നമ്മളിവിടെ. പയ്യൻ കൊള്ളാം കേട്ടോ, പയ്യൻ കൊള്ളാം കേട്ടോ. പയ്യൻ സാറിനെ കുറിച്ച് ഒത്തിരി നല്ലത് പറഞ്ഞു. നല്ല രീതിക്ക് പറഞ്ഞ നല്ല കാര്യങ്ങള് അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞു. അതെന്താ സാറേ അയാൾ ഇളിച്ചത് എന്തിനാ? അയാൾ സാറേ ചിരിച്ചേ ഇളിച്ചത് എന്തിനാ? അയാൾ എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? എന്തിനായിരുന്നു? പിന്നെ അച്ഛനെ പോലെ ആരോടോ? ഞാനൊരു കാര്യം പറയട്ടോ. ഇത് ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചനും കൂടെ തമ്മിൽ 5 വയസ്സിന് വ്യത്യാസം കണ്ടു, ആ 10 വയസ്സിന് വ്യത്യാസം കണ്ടേ ഉള്ളൂ. പുള്ളിക്കാരൻ അച്ഛനായിട്ട് കാണുന്നില്ലേ? ഷാരൂഖ് ഖാന്റെ 10 വയസ്സുള്ള അച്ഛന്റെ സ്ഥാനം എന്നാണ് പറഞ്ഞത്, അച്ഛൻ തന്നെ പറഞ്ഞത്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്, പക്ഷെ അങ്ങനെ ഇതെടുത്തോ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒലിവർ എന്ന് പറയുന്നതിന് മാപ്പിളയുടെ പ്രായമുണ്ടോ? ഇല്ല, അത് ഈ സണ്ണിക്ക് ചെറിയ ഭ്രാന്തം കണ്ടാന്ന് എനിക്ക് തോന്നി. ഇയാൾ ആര് സർജൻ ആക്കി തരാം. ഇപ്പം തുന്നുന്നതൊക്കെ മാറുമല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ മാറത്തില്ല. അതിലൊക്കെ അവന് ഒരു പ്രശ്നമുണ്ട്. അതിലൊക്കെ അത് ഈ ഡ്രസ് നമ്മൾ സേവ് ചെയ്തില്ല. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡ്രസ് ഞാൻ എടുക്കണോ? ബാഗ് വേണ്ട വേണ്ട വേണ്ട, അവിടെ പോയി മാറ്റാം. എന്റെ ദൈവം എടാ, വരുന്നവരെല്ലാം ഫോളോ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഒന്നിന് പോയായിരുന്നു. റോള് പോയായിരുന്നു. റോള് പോയിട്ടില്ല. കിടന്നാലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അതപ്പം പഴയ റോള് തിരിച്ചു കിട്ടുമോ? ഗാലക്സി പോയിട്ടുണ്ടോ? റോള് പോയിട്ടുണ്ടോ? മൗസ് സൂപ്പർ ലൈറ്റ് പോയിട്ടുണ്ട്. ഇല്ല, പോയിട്ടില്ല. രാവണം അവൻ നിന്റെ അച്ഛൻ ഞാനാ.